ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു LNthing. പാർട്ട് 4 റിവിഷൻ ആണെന്ന് ചെയ്യുന്നത്. 4ാം ഭാഗം സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ്, രണ്ടാം കൃതി സമവാക്യങ്ങൾ. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, പ്രോഡക്റ്റ് ഓഫ് എ നമ്പർ ആൻഡ് 5 മോർ ദാൻ ദാറ്റ് ഗീവ്സ് 104. If we take the first number as x, what will be the second number? Form a second degree equation using the given details. Find the number. ഒരു സംഖ്യ അതിനേക്കാൾ 5 കൂടുതലായ സംഖ്യയും തമ്മിൽ ഗുണിച്ചാൽ കിട്ടുന്നത് 104 ആണെങ്കിൽ ആദ്യത്തെ സംഖ്യ x എന്നെടുത്താൽ രണ്ടാമത്തെ സംഖ്യ എത്ര? തന്നിരിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഒരു രണ്ടാം കൃതി സമവാക്യം രൂപീകരിക്കുക. സംഖ്യ ഏത്? നമുക്ക് ഓരോന്നായിട്ട് ചെയ്ത് നോക്കാം. അപ്പം ആദ്യത്തെ സംഖ്യ x, അപ്പം x ആയിട്ട് എടുത്താലെന്നാണ് പറഞ്ഞത്. അപ്പം രണ്ടാമത്തെ സംഖ്യ അതിനോട് 5 കൂടുതൽ, x + 5. ഇതാണ് ആദ്യത്തെ ആൻസർ. രണ്ടാമത്, ഈ രണ്ട് സംഖ്യകളും കൂടെ ഗുണിച്ചാൽ എത്ര കിട്ടും? 104. അതാണ് അടുത്ത ചോദ്യം. x × x + 5 = 104. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? x × x, x² + 5x. 104 ഇങ്ങോട്ട് കൊണ്ടുപോവാ, -104 = 0. നോക്കിക്കേ, രണ്ടാം കൃതി സമവാക്യവും കിട്ടി, സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ കിട്ടി, രണ്ടാമത്തെ പാർട്ടും കിട്ടി. ഇനി മൂന്നാമത്തെ പാർട്ട് സി. ഇത് സോൾവ് ചെയ്ത് നമ്മൾ സംഖ്യ കണ്ടുപിടിക്കണം. മൂന്നാമത്തത്, ഇത് x² + 5x - 104 = 0. നമുക്ക് ഏതൊക്കെ രീതിയിൽ ചെയ്യാം? x = -5 ± √b², 5ന്റെ സ്ക്വയർ 25, -4 × 1 a എന്ന് പറയുന്ന 1, അത് ഗുണിക്കുന്നത് ഞാൻ ഇപ്പോൾ, ഇൻറ്റു -104 ഹോൾ ബൈ 2 × 1, ദാറ്റ് ഈസ് 2, = -5 ± √25. ഇത് ഗുണിക്കുമ്പോൾ എത്ര കിട്ടും? 4 16 416. ഇവിടെ മൈനസ് പ്ലസ് ബൈ 2 = -5 ± √441/2. 441 റൂട്ട് ഉണ്ടല്ലോ, എത്ര കിട്ടും? പറ, 21. അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് എഴുതാം -5 ± 21/2. അപ്പോൾ -5 + 21/2 -5 - 21/2. നോക്കിക്കേ, അപ്പം നമുക്കിവിടെ -5 + 21/2 എത്ര കിട്ടും? 16/2 = 8. നമ്മൾ നെഗറ്റീവ് നമ്പർ എടുക്കുന്നില്ല. അപ്പോൾ നമ്മുടെ നമ്പേഴ്സ് ഏതൊക്കെയാണ്? 8 ആൻഡ് ഫൈൻഡ് ദ നമ്പർ. 8ഉം അതിൻ്റെ കൂടെ 5 കൂടെ കൂട്ടുമ്പോൾ 8 × 5 = 13. അപ്പം നമ്മുടെ ഒറിജിനൽ നമ്പർ എത്ര? ഫൈൻഡ് ദ നമ്പർ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അപ്പം നമ്പർ = 8. സെക്കൻഡ് നമ്പർ ഒന്നും ചോദിച്ചിട്ടില്ല. ഇവിടെ കിടക്കട്ടെ, ഇത് തന്നെ ആൻസർ. രണ്ടാമത്തെ ചോദ്യം, ഇൻ എ റൈറ്റ് ട്രയാങ്കിൾ വൺ ഓഫ് ദ പെർപെൻഡിക്കുലർ സൈഡ്സ് ഈസ് 2 cm മോർ ദാൻ ദ അതർ സൈഡ്. Area of the triangle is 24 cm². Find the length of the perpendicular sides of the triangle. 3 മാർക്കിൻ്റെ ചോദ്യമാണ്. അപ്പോൾ 2022 മറ്റോ വന്ന ചോദ്യമാണ്. ഇവിടെ നോക്കിക്കേ, റൈറ്റ് ട്രയാങ്കിളിൽ ഒരു സൈഡ് മറ്റേ സൈഡിനെക്കാട്ടി 2 ലംബവശങ്ങൾ, റൈറ്റ് ട്രയാങ്കിൾ ലംബവശങ്ങൾ ഒരു വശം മറ്റു വശത്തേക്കാൾ 2 കൂടുതലാണ്. അപ്പം പരപ്പളവ് തന്നിട്ടുണ്ട്. ത്രികോണത്തിൻ്റെ പരപ്പളവ് 24 ചതുര സെൻറ്റിമീറ്റർ ആയാൽ ലംബവശങ്ങളുടെ നീളം കണ്ടുപിടിക്കുക. ഒരു മട്ടത്രികോണമാണ് തന്നിരിക്കുന്നത്, മട്ടത്രികോണത്തിലാണ് തന്നിരിക്കുന്നത്. നമുക്ക് ആൻസർ കണ്ടുപിടിക്കാം. അപ്പോൾ ഏരിയ, അപ്പോൾ മട്ടത്രികോണം വരയ്ക്കാം. ഒരു സൈഡ് x ആണ്, മറ്റേ സൈഡ് അതിനേക്കാൾ 2 കൂടുതലെന്ന് പറയുമ്പോൾ എത്ര എഴുതണം? x + 2. ഏരിയ തന്നിട്ടുണ്ട് അല്ലേ? 24 എന്ന് പറയുന്നത് ഏരിയ ആണ്. അതായത് ഹാഫ് ബേസ് ഇൻറ്റു ഹൈറ്റ് = 24. അപ്പോൾ ബേസ് ഹൈറ്റ് എത്ര? 24 × 2 40
8. ഇവിടെ ബേസും ഹൈറ്റ് നമുക്കറിയാം. എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 2 ഈക്വൽ ടു 48. അപ്പോൾ ഇത് സോൾവ് ചെയ്ത് നമ്മൾ ആൻസർ കണ്ടുപിടിക്കണം. ഓപ്പൺ ദ ബ്രാക്കറ്റ്. എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു എക്സ് 2x ഈക്വൽ ടു 41. അപ്പം 2 ഇൻറ്റു ഹാഫിൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 2ൻ്റെ പകുതി 1, 1ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1. ഇരുവശത്ത് 1 കൂട്ടുന്നു. നോക്കിക്കേ, ഇത് ഏതിൻ്റെ എക്സ്പാൻഷൻ ആണ്? എക്സ് പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു 49. ഇനി എളുപ്പമല്ലേ കണ്ടുപിടിക്കാൻ? ഇതിൻ്റെ റൂട്ട് എടുത്താൽ പോരെ? എക്സ് പ്ലസ് 1 ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 49. എത്ര കിട്ടും? എക്സ് പ്ലസ് 1 ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 7. നമ്മൾ -7 എടുക്കുന്നില്ല, +7 എടുക്കുന്നുള്ളൂ. അപ്പോൾ എക്സ് പ്ലസ് 1 ഇസ് ഈക്വൽ ടു 7 ആകുമ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു 7 മൈനസ് 1 ഇസ് ഈക്വൽ ടു 6. അപ്പോൾ ഒരു സൈഡ് 6 ആണെങ്കിൽ മറ്റേ സൈഡ് എത്ര? അതിനേക്കാൾ 2 കൂടുതൽ. അപ്പം പെർപെൻഡിക്കുലർ സൈഡ്സ് ഏതൊക്കെ കിട്ടും? 6, 8. 6 + 2 8. ഇതാണ് മൂന്നാമത്തെ ചോദ്യം. If x is a natural number, what should be added to x square plus 2x to get a perfect square? If x square plus 2x equals 15, find the natural number representing x. മലയാളത്തിൽ എന്താണ്? എക്സ് ഒരു എണ്ണൽ സംഖ്യയാണ്. എക്സ് സ്ക്വയർ പ്ലസ് 2x എത്ര കൂട്ടിയാൽ പൂർണ്ണവർഗമാവും? എക്സ് സ്ക്വയർ പ്ലസ് 2x 15 ആയാൽ എക്സിൻ്റെ വില എന്ത്? നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നാച്ചുറൽ നമ്പർ എന്നാ പറഞ്ഞത്, അപ്പോൾ പോസിറ്റീവ് നമ്പർ മാത്രം എടുത്താൽ മതി. എക്സ് സ്ക്വയർ പ്ലസ് 2x ഇതിനെ കൂടെ എന്ത് കൂട്ടിയാൽ പെർഫെക്റ്റ് സ്ക്വയർ ആകും? അപ്പം 2ൻ്റെ പകുതി എത്ര? 1. 1ൻ്റെ സ്ക്വയർ 1. അപ്പം ഇതിപ്പോൾ ഏതിൻ്റെ എക്സ്പാൻഷൻ ആണ്? എക്സ് പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ. പെർഫെക്റ്റ് സ്ക്വയർ ആയില്ലേ? സ്ക്വയർ കിട്ടിയില്ലേ? അപ്പം വാട്ട് ഷുഡ് ബി ആഡഡ്? നമ്പർ ടു ബി ആഡഡ് ഈസ് 1. 1 അല്ലേ ആഡ് ചെയ്തത്? നമ്പർ ടു ബി ആഡഡ് ഈക്വൽസ് 1. എങ്ങനെ കിട്ടിയെന്ന് മനസ്സിലായല്ലോ? ഇനി രണ്ടാമത്തത്, ഇത് എയുടെ ആൻസർ ആണ്. ഇനി ബി, എക്സ് സ്ക്വയർ പ്ലസ് 2x ഈക്വൽ 15. ഫൈൻഡ് ദ നാച്ചുറൽ നമ്പർ റെപ്രസെൻറ്റിംഗ് എക്സ്. ഇവിടെ 2ൻ്റെ പകുതിയുടെ ഇരട്ടി രണ്ട് സൈഡും ആഡ് ചെയ്താൽ എന്താണ്? +1 + 1. ഇത് x + 1 ഹോൾ സ്ക്വയറാണ് അല്ലേ? ഈക്വൽ ടു 16. എക്സ് പ്ലസ് 1 ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 16. പ്ലസ് ഓർ മൈനസ് കാര്യമില്ല, പോസിറ്റീവ് നമ്പർ ആണ്. അപ്പം 4 എന്ന് കിട്ടും. അപ്പോൾ എക്സ് എത്ര? 4ൽ നിന്നൊന്ന് കുറയ്ക്കുക. എക്സ് ഇസ് ഈക്വൽ ടു 4 - 1 = 3. വളരെ എളുപ്പമല്ലേ? 2 മാർക്കിൻ്റെ ചോദ്യമാണ്. നാലാമത്തെ ചോദ്യം. The square of a number is 12 added to that number. Find the number. ഒരു സംഖ്യയുടെ വർഗം എന്ന് പറയുന്ന ആ സംഖ്യയുടെ 12 കൂട്ടിയാൽ കിട്ടുന്ന സംഖ്യയാണ്. സംഖ്യ ഏതാണ്? അപ്പോൾ നമുക്ക് സംഖ്യ എക്സ് എന്ന് എടുക്കാം അല്ലേ? നമ്പർ ബി എക്സ്. അപ്പോൾ സ്ക്വയർ ഓഫ് എ നമ്പർ എന്ന് പറയുമ്പോൾ എക്സ് സ്ക്വയർ. ഈസ് മീൻസ് ഈക്വൽസ് 12 added to that number. x plus 12. കിട്ടിയോ? ഫൈൻഡ് ദ നമ്പർ. അപ്പോൾ ഇതിനെ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആക്കണം. എക്സ് സ്ക്വയർ മൈനസ് എക്സ് മൈനസ് 12 ഈക്വൽ ടു 0. ഇത് ക്വാഡ്രാറ്റിക് ഫോർമുല മെത്തേഡും ഏത് മെത്തേഡ് വേണമെങ്കിലും ചെയ്യാം. എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ബൈ 2a ഈക്വൽ ടു ബി എന്ന് പറയുന്നത് 1 മൈനസ് ബി മൈനസ്. അപ്പോൾ രണ്ടിടം മൈനസ് ആയതും പ്ലസ് ആവും അല്ലേ? ഇവിടെ മൈനസ് ഇവിടെ മൈനസ്. അപ്പം +1 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബിയുടെ സ്ക്വയർ എന്ന് പറയുന്നത് 1 മൈനസ് 4 ഇൻറ്റു എ 1 ഇൻറ്റു സി മൈനസ് 12 ബൈ 2 ഇൻറ്റു എ. 2a ഈസ് 2 ഇൻറ്റു 1 ഈക്വൽ ടു 1 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് മൈനസ് മൈനസും പ്ലസ് 1 + 48 ബൈ 2. 1 + 48 എന്ന് പറയുമ്പോൾ എത്ര വരും? 49. 1 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 49 ബൈ
2 എത്ര കിട്ടും 1 പ്ലസ് ഓർ മൈനസ് 7/2. അപ്പോൾ നമുക്ക് രണ്ട് വാല്യൂ കിട്ടും അല്ലേ 1 പ്ലസ് 7/2 ഓർ 1 മൈനസ് 7/2. 1 പ്ലസ് 7/2 എന്ന് പറയുമ്പോൾ 8. 8/2 ഈസ് 4. മറ്റേ എത്ര മൈനസ് 6/2 മൈനസ് 3. അഞ്ചാമത്തെ ചോദ്യം എ റെക്ടാംഗിൾ ഈസ് ടു ബി മെയ്ഡ് വിത്ത് പെരിമീറ്റർ 60 meter and area 189 meter square. What should be the length of the sides? അതായത് ഒരു ചതുരത്തിന്റെ ചുറ്റളവ് 60 മീറ്ററും പരപ്പളവ് 189 ചതുരശ്ര മീറ്ററുമായാൽ വശങ്ങളുടെ നീളം കണ്ടുപിടിക്കുക. അപ്പം പെരിമീറ്റർ തന്നിട്ടുണ്ട്. പെരിമീറ്റർ എന്ന് പറയുന്നത് 2 × L+B. അപ്പം 2 × L+B ആണ് തന്നിരിക്കുന്നത് 60 അല്ലേ. അപ്പോൾ 2 × L+B 60 ആണെങ്കിൽ ഒരു നീളവും ഒരു വീതിയും കൂടെ കൂട്ടുമ്പോൾ എത്ര 60/2 = 30 കിട്ടും. പിന്നെ തന്നിരിക്കുന്ന ഏരിയ തന്നിട്ടുണ്ട്. ഏരിയ എന്ന് പറയുന്നത് എന്താണ് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. അതാണ് നമുക്ക് 189 എന്ന് തന്നിരിക്കുന്നത്. അപ്പം ലെങ്ത് നമുക്ക് എക്സ് ആയിട്ട് എടുക്കാം. അപ്പോൾ ബ്രെഡ്ത്ത് എത്ര 2 കൂടി 30. അപ്പോൾ ലെങ്ത് എക്സ് ആയാൽ 30 മൈനസ് എക്സ്. ഇനി ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് ഏരിയയിൽ കൊടുക്കാം. എന്നിട്ട് ഇക്വേഷൻ ഫോം ചെയ്യും. എക്സ് ഇൻറ്റു 30 മൈനസ് എക്സ് ഈക്വൽസ് 189. എക്സ് ഇൻറ്റു 30 മൈനസ് എക്സ് സമം 189. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്ത് 30 × എക്സ് 30x മൈനസ് എക്സ് സ്ക്വയർ സമം 189. പിന്നെ അറേഞ്ച് ചെയ്തേ ഇതിന് രണ്ടിൻ്റെ അപ്പുറത്തും ഉണ്ടോ. അപ്പം എക്സ് സ്ക്വയർ മൈനസ് 30x പ്ലസ് 189 ഈക്വൽ ടു 0. ഇത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. നമുക്ക് ഫോർമുല ഉപയോഗിക്കാം. എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് ബി, അതായത് മൈനസ് ബി പ്ലസ് ഓർ മൈനസ് √(b² മൈനസ് 4ac/2a). വില കൊടുക്കാം. എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് ബി. മൈനസ് ബി എന്ന് പറയുമ്പോൾ മൈനസ് രണ്ടിടത്ത് മൈനസ് ഉള്ളതുകൊണ്ട് പ്ലസ് 30 ആയിട്ട് വരും. പ്ലസ് ഓർ മൈനസ് √(b²) 30ൻ്റെ സ്ക്വയർ എത്ര 900 മൈനസ് 4 × a 1 ആയതുകൊണ്ട് എഴുതുന്നില്ല. സി എത്ര 189/2 × 1 അതുകൊണ്ട് 2. 30 പ്ലസ് ഓർ മൈനസ് √900 4 × 189 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ കിട്ടും നമുക്ക് 756 എന്ന് കിട്ടും /2 ഈക്വൽസ് 30 പ്ലസ് ഓർ മൈനസ് ഇത് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എത്ര കിട്ടും 144 എന്ന് കിട്ടും /2 ഈക്വൽസ് 30 പ്ലസ് ഓർ മൈനസ് 144ൻ്റെ റൂട്ട് എത്ര 12 12/2. അപ്പോൾ നമുക്ക് 2 ആൻസർ കിട്ടും അല്ലേ. 30 പ്ലസ് 12/2 എന്നിട്ട് മറ്റേ എത്ര 30 മൈനസ് ഓർ 30 മൈനസ് 12/2. 30ഉം 12 കൂടെ 42/2. 42/2 ഓർ 30 ന്ന് 12 പോയാൽ എത്ര വരും 18. 18/2 എന്ന് കിട്ടും. അപ്പോൾ എത്ര കിട്ടും 21 കിട്ടും. എത്ര 9 കിട്ടും. ഇതാണ് നമ്മുടെ ആൻസർ. ലെങ്ത് ഓഫ് ദ സൈഡ്സ് 21 and 9. ഓക്കെ. അപ്പോൾ നമ്മളിപ്പോൾ 5 ചോദ്യങ്ങൾ കഴിഞ്ഞിരിക്കുന്നത് ഏകദേശം ഒരുവിധം റിവിഷനൊക്കെ ആയി. ഇനി അടുത്ത ലെസണാണ് അടുത്ത ക്ലാസ്സിൽ, അതായത് ട്രിഗ്നോമെട്രി ആണ് ഇനി റിവിഷൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ബൈ.